മനുഷ്യൻ കൃഷി ആരംഭിച്ചതു മുതൽ അവന് വിളവ് കൂടുതൽ സംഭരിക്കുവാൻ കഴിയുമെങ്കിലും ആവശ്യമായ മറ്റു വസ്തുക്കൾ ശേഖരിക്കുവാനുള്ള സമയക്കുറവ് വലിയൊരു പ്രശ്നമായി മാറി. അങ്ങനെ അവ ലഭിക്കാൻ വിളവിൻ്റെ വിഹിതം പകരം കൊടുക്കേണ്ടി വന്നു. ഒരു ഉൽപ്പന്നം നൽകി മറ്റൊരു ഉൽപ്പന്നം പകരം വാങ്ങുന്ന ഈ ഒരു മെത്തേഡിനെ ബാർട്ടർ സിസ്റ്റം എന്നറിയപ്പെട്ടു. ഈ സിസ്റ്റം വഴി വ്യാപാരം എന്ന പുതിയൊരു വെളിച്ചം മനുഷ്യരുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു. കാലക്രമേണ മനുഷ്യരുടെ ആവശ്യങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചതോടെ പലപ്പോഴും ഈ സിസ്റ്റം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു വ്യക്തിയുടെ ആവശ്യം മറ്റൊരു വ്യക്തിക്ക് നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥ ബാർട്ടർ സിസ്റ്റത്തിന് വലിയൊരു വെല്ലുവിളിയായി. ഉദാഹരണം, അരി ആവശ്യമുള്ള വ്യക്തിക്ക് പകരം നൽകാൻ അവൻ്റെ കയ്യിലുള്ളത് ഗോതമ്പാണ്. ഗോതമ്പ് ആവശ്യമുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഇങ്ങനെ മുന്നോട്ട് പോവാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ അടുത്ത വെളിച്ചം തേടി യാത്രയായി. പ്രതിസന്ധികളെ തോൽപ്പിക്കാനുള്ള മനസ്സോടെ മുന്നോട്ട് പോയ മനുഷ്യർ ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും കണ്ടെത്തി. അങ്ങനെ കറൻസിയുടെ ആദ്യ രൂപമായി പ്രഷ്യസ് മെറ്റൽസ് നിലവിൽ വന്നു. ചെറിയ വ്യാപാരങ്ങൾ എളുപ്പമായെങ്കിലും വലിയ വ്യാപാരങ്ങളിൽ അവ കൊണ്ടുപോവാനും സൂക്ഷിച്ചു വയ്ക്കാനുമുള്ള പ്രയാസം അവരെ വല്ലാതെ തളർത്തി. ഇത്തവണ പരിഹാരം അത്ര എളുപ്പമായിരുന്നില്ല. മനുഷ്യൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അവനുണ്ടാവുന്ന പ്രശ്നങ്ങളും വളർന്നിരുന്നു. സ്വർണത്തിന് തത്തുല്യമായ റെസിപ്റ്റുകൾ വ്യാപാരത്തിനായി നിർമ്മിക്കാൻ എല്ലാവർക്കും വിശ്വാസയോഗ്യമായ ഒരു അതോറിറ്റിയുടെ ആവശ്യമുണ്ടായിരുന്നു. പരിശ്രമങ്ങൾക്കൊടുവിൽ അവർ ആ റെസിപ്റ്റ് നിർമ്മിച്ചു. അതിനെ പണം എന്ന് വിളിച്ചു. വർഷം 1940. യുദ്ധത്തിൽ ചില രാജ്യങ്ങൾക്ക് നേട്ടമുണ്ടായെങ്കിലും ലോകത്തുടനീളം സമ്മാനിച്ചത് പട്ടിണിയും അവശതകളും നാശനഷ്ടങ്ങളുമാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ രാജ്യങ്ങൾക്ക് കൂടുതൽ പണത്തിൻ്റെ ആവശ്യം വന്നു. എന്നാൽ പകരം വയ്ക്കാൻ സ്വർണമുണ്ടായിരുന്നില്ല. 1945 ഇതിന് പരിഹാരം കാണാൻ രാജ്യത്തലവന്മാർ ബ്രിട്ടനിൽ ഒത്തുകൂടി. പിന്നീട് ഈ കൂടിക്കാഴ്ചയെ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് എന്നറിയപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സ്വർണമാണ് $, അടിസ്ഥാനമെന്നും മറ്റു കറൻസികൾ ഡോളറിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കട്ടെ എന്നും തീരുമാനിച്ചു. പക്ഷേ അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 1970 US പ്രസിഡന്റ് റിച്ചാർഡ് എം നിക്സൺ അവരുടെ കറൻസിക്ക് സ്വർണം അടിസ്ഥാനമല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ബ്രിട്ടൻ വുഡ്സ് സമ്പ്രദായം നിർത്തലായി. അങ്ങനെ ഒന്നും തന്നെ അടിസ്ഥാനമല്ലാതെ പണം നിർമ്മിക്കാൻ തുടങ്ങി. അതിനെ ഫിയറ്റ് കറൻസി എന്ന് വിളിച്ചു. മണി എക്സ്ചേഞ്ചുകളിൽ കൂടുതൽ ആവശ്യക്കാരുള്ള പണത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയും ആവശ്യക്കാർ കുറയുമ്പോൾ മൂല്യം താഴുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, രൂപയുടെ മൂല്യം കൂപ്പുകുത്തി ഡോളറിൻ്റെ വില ഉയർന്നു എന്നൊക്കെ വാർത്തകളിൽ നാം കേൾക്കാറില്ലേ? ഇന്ന് പണം പേപ്പറിൻ്റെ രൂപത്തിൽ നിന്ന് മാറി ഡിജിറ്റൽ രൂപത്തിലെത്തി നിൽക്കുന്നു. എങ്കിലും നാം ഇന്നും ഉപയോഗിക്കുന്നത് ഫിയറ്റ് കറൻസി തന്നെയാണ്. ഫിയറ്റ് എന്നത് ആധികാരികത അല്ലെങ്കിൽ ഔദ്യോഗിക ഉത്തരവിനെ സൂചിപ്പിക്കുന്നു. ഫിയറ്റ് കറൻസിക്ക് മൂല്യമുണ്ട്, കാരണം സർക്കാർ അത് പരിപാലിക്കുന്നു. ആളുകൾക്ക്
അതിൻ്റെ ഉപയോഗത്തിൽ വിശ്വാസവുമുണ്ട്. നമ്മൾ പലരുടെയും മനസ്സിലുണ്ടാവുന്ന ചോദ്യമാണ്, എന്നാൽ രാജ്യത്തിന് കൂടുതൽ പണമടിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്ത് രാജ്യത്തിൻ്റെ പട്ടിണി തീർത്തുകൂടെ?